CPM സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ ഇടത് സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങി. കുന്നംകുളത്ത് സ്ഥാനാർത്ഥിയുടെ പേരെഴുതിയുള്ള ചുവരെഴുത്തും പോസ്റ്റർ പ്രചരണമെല്ലാം സജീവമായി. കുന്നംകുളത്ത് സിറ്റിംഗ് MLAയും മുൻ മന്ത്രിയുമായ AC മൊയ്തീനെ തന്നെ വീണ്ടും കളത്തിലിറക്കി. മണ്ഡലം നിലനിർത്താനുള്ള ഉറച്ച നീക്കത്തിലാണ് LDF. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന നിമിഷം മുതൽ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലായി. മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും ഇപ്പോൾ AC മൊയ്തീന്റെ പോസ്റ്ററുകളും ചുവരെഴുത്തുകളും നിറയുകയാണ്. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന കരുത്തുറ്റ ക്യാപ്ഷനോടെയാണ് ചുവരുകളിൽ സ്ഥാനാർത്ഥിക്കായി വോട്ട് അഭ്യർത്ഥിക്കുന്നത്. നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ ചുവരെഴുത്തുകൾ പൂർത്തിയായി കഴിഞ്ഞെങ്കിലും പല ഭാഗങ്ങളിലും എഴുത്തുജോലികൾ പുരോഗമിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ പ്രധാന ജംഗ്ഷനുകളിലും പൊതു ഇടങ്ങളിലും സ്ഥാനാർത്ഥിയുടെ ചിത്രമടങ്ങിയ പോസ്റ്ററുകളും പതിപ്പിച്ചു കഴിഞ്ഞു. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ ഇതിനകം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ വലിയ ഫ്ലക്സുകളും ബോർഡുകളും ഉയരും. കുന്നംകുളത്ത് ഹാട്രിക് വിജയം ലക്ഷ്യമിട്ട് LDF കച്ചമുറുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും വ്യക്തിപരമായ സ്വാധീനവും വോട്ടായി മാറുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി. കഴിഞ്ഞ കാലയളവിൽ മണ്ഡലത്തിൽ കൊണ്ടുവന്ന അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളാണ് പ്രധാനമായും LDF പ്രചരണത്തിന് വിഷയമാക്കുന്നത്. UDF, NDA സ്ഥാനാർത്ഥികൾ കൂടി രംഗത്തെത്തുന്നതോടെ കുന്നംകുളത്തെ പോരാട്ടത്തിന് ചൂടേറും എന്ന് ഉറപ്പാണ്.